എന്തിനാണ് ഈ മഹാവൃക്ഷങ്ങളുടെ ചുവട്ടിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന് തിരിയുന്നില്ല. ഞാൻ എന്താണ് ഈ വേദി എന്ന് പറയേണ്ടതെന്നും പറയുന്നില്ല. ഏതായാലും 5 വയസ്സ് മുതൽ ജീവിതം തേടിയുള്ള യാത്രയിൽ നാടകത്തിലെത്തിപ്പെട്ട എനിക്ക് കരുതലിൻ്റെയും പൊരുതലിൻ്റെയും സൂര്യരശ്മികൾ നെഞ്ചിലേറ്റു വാങ്ങിയ കാസർഗോഡിൻ്റെ ജില്ലാ സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിയായി ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ എന്നെ വിളിച്ചതിന് എൻ്റെ പ്രിയ സഖാക്കൾക്ക്, സംഘാടകർക്ക്, നാടക രംഗത്തെ എൻ്റെ അമ്മണിയേച്ചി ഉൾപ്പെടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഈ വേദിയെ നമ്മുടെ KV പറഞ്ഞതുപോലെ ഇതൊരു കലയുടെ മാമാങ്കമാണ്. അമ്മണിയേച്ചി എന്നെ ഇപ്പോൾ കണ്ടപ്പം പറഞ്ഞത്, നീ എത്ര കാലമാണ് കുട്ടിയെ ഇങ്ങനെ കാണുക? ഞാനും പഴയ മുഹമ്മദല്ല. ആസ്മയുടെ 3 മരുന്ന് ഇങ്ങനെ കങ്കാരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ കൊണ്ടുപോകണം. നാടകത്തിൽ നിന്ന് പടി ഇറങ്ങിയിട്ടുണ്ട്. കാരണം പടനിലവും മേടപ്പത്തും രാജസഭയും ഒടിയനും അതെല്ലാം കണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇനി ഞാൻ നാടകം കളിച്ചാൽ നിങ്ങൾ സ്വകാര്യം പറയും, നിർത്തിക്കൂടെ ഈ പരിപാടി എന്ന് ചോദിക്കും. അത് വേണ്ടാന്ന് വിചാരിച്ചത് കൊണ്ടാണ് പടി ഇറങ്ങിയത്. ഏതായാലും ഈ ഒരു ധന്യമായ ചടങ്ങ് നിങ്ങളുടെയൊക്കെ മൗനസമ്മതത്തോടെ കലയുടെ ഗോപുരനടയിൽ പ്രിയപ്പെട്ട MDയുടെ ഒരു നാടകത്തിൻ്റെ പേരാണത്. കലയുടെ ഗോപുരനടയിൽ കാലത്തിൻ്റെ ദീപം തെളിയിച്ച് ഇന്ന് ഈ വേദിയിലെത്തി നിൽക്കുന്ന എല്ലാവരുടെ മുമ്പിലും ശിരസ്സ് ഗുണിച്ച് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം വിനയപൂർവ്വം നിർവഹിക്കുന്നു. ഇങ്ങനെ കൂടിയിരിക്കാൻ, ഇങ്ങനെ ചേർന്നു നിൽക്കാൻ, അധികാരമില്ലാത്തൊരു കാലത്ത് ആ അധികാരത്തിന് വേണ്ടി പോരാട്ടങ്ങളോടൊപ്പം കലയുടെ ചൂട്ട് കത്തിച്ചവരാണ് ഇരിക്കുന്ന പ്രമുഖർ. പടി നടക്കാനും ഉണ്ണാനും ഇരിക്കാനും ഞാനെന്ന് പറയാനും നമ്മുടേതെന്ന് പറയാനും കരുത്തു പകർന്ന ഒന്നിൻ്റെ പേരാണ് മഹാനായ പ്രിയപ്പെട്ട ഗുരു MD നമ്മുടെ പ്രിയപ്പെട്ട KTയുടെ ഭാഷയിൽ പറഞ്ഞാൽ കല സമരായുധമാകുന്നത് അവിടെയാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ അഡ്വക്കേറ്റ് സഖാവോട് ഞാൻ പറഞ്ഞിരുന്നു, പഴയതുപോലെ നാടകങ്ങൾ പിറക്കുന്നുണ്ടോ? അമ്മണിയേച്ചിക്കൊക്കെ എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. EPക്കും രാജഗോപാലേട്ടനും എന്താ അഭിപ്രായം എന്ന് എനിക്കറിയില്ല. പഴയതുപോലെ തീക്ഷ്ണമായ അനുഭവങ്ങളെ കഥാപാത്രങ്ങളായി വരുന്നുണ്ടോ? അതിന് ഉമ്മർ സഖാബ്, വക്കീൽ സഖാബ് എന്നോട് പറഞ്ഞത് ജന്മിത്വമില്ലല്ലോ. അപ്പോൾ എന്നെ കുനിഷ്ട് ഉത്തരം, ജന്മിത്വം എവിടെയല്ലേ ഇല്ലാതുള്ളൂ, ബാക്കി എല്ലായിടത്തും ജന്മിത്വം ഉണ്ടല്ലോ അല്ലേ? അമ്മയെ കുഴിച്ചിടാൻ മണ്ണില്ലാത്തതിൻ്റെ പേരിൽ സൈക്കിളിൽ അമ്മയുടെ ജഡം കൊണ്ടുപോയ നാടിൻ്റെ റിപ്പബ്ലിക് ദിനമായിരുന്നു ജനുവരി 26. ഇതൊരു വലിയ സംഭവമാണ്. അപ്പോൾ നാടകം ഒരു കോംപ്രമൈസിന് വിധേയമാകുന്നുണ്ടോ എന്നെൻ്റെ അമ്മണിയേച്ചിയോടൊക്കെ ഞാൻ ചോദിക്കുക. അത് മതി. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ ശല്യപ്പെടുന്നത്? എന്തിനാണ് നമ്മൾ ദൈവങ്ങളെ കുറ്റം പറയുന്നത്? അങ്ങനെ ദൈവത്തിനെ വല്ലാതെ ചോദ്യം ചെയ്തൊരു മഹാഗുരുനാഥൻ്റെ പേരാണ് പ്രിയപ്പെട്ട KV ഇവിടെ അവതരിപ്പിച്ച MD എന്ന് പറയപ്പെടുന്നത്. MDക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയൊന്നും പിടിച്ചു, പക്ഷേ കൃത്യമായ ഒരു പൊതു പ്രസ്ഥാന ബോധത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. നാവിൻ തുമ്പിൽ അക്ഷരമെഴുതാൻ ജാതി വിലക്കുള്ള ഈ കൊച്ചു കേരളത്തിൽ കാഞ്ഞിരത്തിൻ്റെ മരത്തിൻ്റെ ഇലയ്ക്ക് മധുരമാണോ കയ്പാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തിരൂരിലെ കാഞ്ഞിരത്തിൻ്റെ മരത്തിൻ്റെ ഇലക്ക് കയ്പില്ല. അതെന്താ കാരണമെന്ന് എനിക്കറിയില്ല. ആ മണ്ണിൽ എല്ലാ മതങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ നാവിൽ അറിവെഴുതാൻ
കാലത്തെ മാറ്റിയ ഒരു ചിന്തയുടെ പേരാണ് പ്രിയപ്പെട്ട MD എന്ന് പറയപ്പെടുന്നത്. തനിക്ക് വേണ്ടി തുള്ളിയാടി സദ്യക്ക് വീട്ടിലെത്തുമ്പോൾ പൊട്ടിയ വയറുമായി എത്തുന്ന വെളിച്ചപ്പാടിൻ്റെ മുൻപിൽ അരി വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് തൻ്റെ ഉടുപ്പുട്ട അടുത്തൊരു വീട്ടിൽ ആട് കച്ചവടക്കാരന് മുമ്പിൽ അഴിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട വെളിച്ചപ്പാടിൻ്റെ ഭാര്യ മറന്നു പോവില്ല നമ്മളോട് നിർമാല്യം എന്ന സിനിമയിൽ. ആൻ്റണി സാറിന് അവാർഡ് കിട്ടിയിട്ടുണ്ടാവുക. ആ രംഗം കണ്ടുകൊണ്ടൊരു ചിരിയും ഒരു കഥാപാത്ര ഡയലോഗുണ്ട്. 2 മക്കളെ തന്ന നീയാണോ നാരായണി? അത് തന്നെയാണ് ആ സിനിമയുടെ. ചിലപ്പോൾ ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തിനും അങ്ങനൊരു സിനിമ ഇന്നായിരുന്നെങ്കിൽ ബാക്കി നിങ്ങൾ പൂരിപ്പിക്കുക. കാരണം MD എന്ന് പറയപ്പെടുന്ന MD ജീവിച്ചിരിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ നടക്കില്ല. ആ ഒരു കാലത്താണ് നിർമാല്യം എന്ന് പറയപ്പെടുന്ന ഒരു അതുകൊണ്ട് ഞാൻ പറഞ്ഞത് MDക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ ഇരുൾ പരക്കുന്ന വഴികളിൽ കലയൊരു സമരായുധമാണെന്ന് ഈ കാലത്തോട് പറഞ്ഞ മഹാരഥനായ ഒരു ഗുരുനാഥൻ കൂടി പിറന്ന മണ്ണായി കേരളം. നമ്മളിങ്ങനെ പിറകിലോട്ട് പോവുക. നമ്മൾ നാടകത്തിൻ്റെ ഇന്നലകൾ ഈ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, വിദ്വാൻ B നായരെ പോലെയൊക്കെയുള്ള മഹാഗുരുനാഥന്മാരുടെ തട്ടകമാണ് ഈ മണ്ണ്. കെട്ടിയാടുന്ന തെയ്യത്തിനെല്ലാം ചുവപ്പിൻ്റെ വല്ലാത്തൊരു ആരവവും ഒഴുക്കുമുണ്ടതിന്. വെറുതെ കെട്ടിയാടുകയല്ല, അതീശത്വവർഗത്തോട് അടരാടി നിൽക്കാനുള്ള മുച്ചിലോട്ടമ്മമാരുണ്ട് ഈ കൊച്ചു കേരളത്തിൽ. ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ മറുപടി പറയാനില്ലാത്തവർ വേട്ടയാടപ്പെട്ട സ്ത്രീത്വത്തിനെ കുരുതിപ്പാടത്തിൽ നിന്ന് കാലത്തിൻ്റെ ചരിത്രബോധത്തിലേക്ക് നയിക്കാൻ ഈ മണ്ണിൽ കൂടിയിരിക്കുന്ന ഈ മഹാരഥന്മാരായ നിങ്ങളൊക്കെ നാടകത്തിലൂടെ പടിയെടുത്തിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു കാലമാണിത്. ഒരു നാടകം ഒരു രാജ്യത്തിൻ്റെ കാലത്തിൻ്റെ ഒരു വലിയ ആവർത്തന വിരസതയാണ് ഞാൻ പറയുന്നതെന്നറിയാം എനിക്ക്. എന്നാലും അതങ്ങനെയാണ് പറയാതിരിക്കുക. കാരണം ഒരു നാടകം ഇപ്പം നമ്മുടെ സംഘം നമ്മുടെ പ്രസ്ഥാനം ചെയ്തതുപോലെ ജില്ലാ സമ്മേളനം 5-6 കഴിഞ്ഞ് പ്രകടനം കഴിഞ്ഞ് മതി. അതല്ല, അങ്ങനെ ഒരു 5-6 പോകുന്നതിന് മുൻപ് 5-6 നടന്നെത്താൻ ഈ ചെങ്കൊടി പ്രസ്ഥാനത്തിനെ വളർത്തിയവരെ ഇങ്ങനെ ഈ വഴിയോരത്തിരുത്തി ഒന്ന് ആദരിക്കണം എന്ന് തോന്നിയതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ഞാനിപ്പോൾ സഖാവോട് ഇങ്ങോട്ട് പൂർവ്വം പറയുകയായിരുന്നു, എന്താണ് പ്രസ്ഥാനത്തോട് പറയേണ്ടത്? ഈ ഒരു സ്നേഹം കാണിച്ചതിന് നാടകത്തിൽ അരങ്ങിലാടിയവർ ഇപ്പോൾ വയ്യാണ്ടാകുമ്പോൾ അവരെ ചോർത്ത് പിടിക്കുന്ന ഈ ഒരു ഏറ്റവും വലിയ മാനവികതയുടെ ഏറ്റവും വലിയ ചരിത്രബോധത്തിൻ്റെ ഒരു നിമിഷമാവുകയാണ്. പൊന്നാനിയിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം നമുക്കറിയാം. ആ സമ്മേളനത്തിൽ EP ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രസംഗം പറയുന്നില്ല. പിന്നെ തെറ്റ് ഞാൻ പറഞ്ഞാൽ തിരുത്തും എന്ന വിശ്വാസമുണ്ട് എനിക്ക്. കാരണം പ്രസംഗം മാത്രം പോരാ, പാട്ട് മാത്രം പോരാ, കുറച്ചുകൂടി ആഴത്തിൽ ജനത്തിൻ്റെ മനസ്സിൽ ചെന്നു തറയ്ക്കുന്ന ഒന്ന് വേണം എന്ന് പറഞ്ഞപ്പോഴാണ് 2 ഗോപാലന്മാരെ സാക്ഷി നിർത്തിയാണ്. ഒരു KP ഗോപാലനും ഒരു EP ഗോപാലനും ഇരിക്കുന്ന വേദിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാര്യൻ പ്രിയപ്പെട്ട സഖാവ് EMS അങ്ങനൊരു അജണ്ട മുമ്പോട്ട് വെച്ചത്. കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തിലെ കേരള മാർസ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട K. ദാമോദരൻ എഴുതിയ ആ നാടകം ചരിത്രത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്. അത് ഈ നാട് ഏറ്റുവാങ്ങുക. ഡിസംബർ 6, 2 ഇന്ത്യയിൽ ഒരു ചരിത്രത്തിൻ്റെ ഗോപുരം തകർത്തതാണ്. മറ്റൊരാറ് ഒരു നാടൻ പിറന്നതാണ്. 1956 ഡിസംബർ 6 കൊല്ലം ജില്ലയിലെ തട്ടാശ്ശേരി എന്ന പാടത്ത് കെട്ടിയ ഒരരങ്ങിൽ 15 പാട്ടും ഏതാണ്ട് 5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നാടകം. ഇന്നും നമ്മുടെ സമ്മേളനത്തിൻ്റെ വേദികളിൽ കുട്ടിമരം കൊണ്ടുവന്ന് പതാക ഉയരുമ്പോഴൊക്കെ മുഴങ്ങുന്ന മുദ്രാവാക്യം വലിയ കുടീരങ്ങളെയാണ്. ആ പാട്ട് പാടിയ ആളിപ്പില്ല. ആദ്യം പാടിയത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ, തെറ്റാണ് EP തിരുത്തും, അല്ലെങ്കിൽ ആരെങ്കിലും തിരുത്തും, നമ്മുടെ ജോസ് പ്രകാശാണ് ആ പാട്ട് ആദ്യം പാടിയതെന്നാണ് അറിഞ്ഞത്. സത്യം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെയാണ് നമ്മുടെ K. ജോർജ് ആ പാട്ട് പാടുന്നത്.
നാടകം എഴുതിയ ആൾ ജയിലിൽ, നാടകം കാണിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ നിയമപാലകന്മാരെ ഒരു പട, അതിനപ്പുറം പട തീർക്കുന്ന പടയോട്ടത്തിൻ്റെ കാലത്ത് പ്രതിരോധത്തിൻ്റെ നിര തീർക്കാൻ മണ്ണിൽ പണിയെടുക്കുന്ന പണിയാളന്മാർ ചമ്രം പടിഞ്ഞിരുന്ന് കാണുന്ന ഒരു വല്ലാത്ത അരങ്ങ്. നാടകം തുടങ്ങി ഓരോരോ രംഗവും കഴിഞ്ഞുകൊണ്ടേയിരുന്നു. പോലീസുകാർ മറക്കുന്നു അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. കാരണം പോലീസുകാരനുമുണ്ട് ഈ അനീതികൾ ഒക്കെ. അതുകൊണ്ട് തന്നെ മൗനമായി നിൽക്കുകയാണ് എല്ലാവരും. ഒടുവിൽ ജന്മിയായ ഒരു തമ്പുരാൻ്റെ കയ്യിലേക്ക് പട്ടിണിയും ജീവിതമുള്ള കറുമ്പൻ്റെ മകളും കറുമ്പനും ചേർന്ന്, പാടത്തിൻ്റെ ചളിയുടെ ഗന്ധവും മണവുമുള്ള കറുമ്പനും ആ കറുമ്പിന് കഞ്ഞി വെച്ച് കൊടുത്ത് ചേർത്ത് പിടിച്ച മാലയും ഒരു കൊടി, ഒരു പൊതുപ്രസ്ഥാനത്തിൻ്റെ കൊടി, കയ്യൂരിൻ്റെയും ഒഞ്ഞിയത്തിൻ്റെയും കരുവള്ളൂരിൻ്റെയും ഞാൻ പറയുന്ന കൂത്താളിയുടെയും ഒക്കെ മണ്ണിൽ അതീശത്വ വർഗത്തോട് അടരാടി ഉയിര് കൊടുത്തവൻ്റെ കരൾച്ചോര കൊണ്ട് നിറമാർന്ന ഒരു കൊടി കൊടുത്തപ്പോഴുണ്ടായൊരു മുദ്രാവാക്യമുണ്ടായിരുന്നു, മണ്ണ് മണ്ണിൻ്റെ മക്കൾക്ക്. ഒരു നാടകം ഒരു ഭരണകൂടത്തിന് നിറം പകരുകയാണ്, ഒരു ചരിത്രത്തിൻ്റെ രേഖ സാക്ഷിയാവുകയാണ്. നാടകം വെറും കളി കണ്ട് കൈമുട്ടി കോട്ടുവായിട്ട് പോകേണ്ട ഒന്നല്ല എന്ന് കേട്ടുവന്നതാണ്. അഗ്നി പോലെ ജ്വലിക്കണം മനസ്സിൽ, ചോദ്യങ്ങളുണ്ടാവണം മനസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട EP ഒക്കെ ഇരിക്കുന്ന വേദിയിൽ നാടകം ഇപ്പോൾ ഒരു കോംപ്രമൈസിന് വിധേയമാകുന്നുണ്ടോ എന്ന് ഒരു എളിയ നാടകക്കാരനായ 50 കൊല്ലം നാടകം കളിച്ച നിങ്ങളൊക്കെ വളർത്തിയെടുത്ത ചട്ടയിലമ്മദ് നീ മുഹമ്മദ് പേരാമ്പ്ര ചെറിയൊരാപശങ്കയോടെ ഇങ്ങനെയല്ലല്ലോ വേണ്ടത്. എവിടെയൊക്കെയോ ഇരുൾ പരക്കുന്നില്ലേ? ഇരുൾ പരക്കുമ്പോൾ ഒരു 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 ലൈറ്റ് ഹൗസ് പോലെ കര കാണിച്ചു കൊടുക്കുന്ന ഒന്നിൻ്റെ പേരാ നാടകം. അതിങ്ങനെ അത് മതി, അത്ര മതി അല്ല. പിന്നെ അതിന് മറുപടി എന്താ? ഇപ്പോൾ നാടകം കളിക്കാൻ ആരാണ് കാവൽ നിൽക്കുക? ഇതാണ്. പണ്ട് നാടകത്തിന് കാവലുണ്ട്, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാണ്. ഭഗവാൻ കാലുമാറുന്നു നാടകം പേരാമ്പ്രയിൽ കളിക്കുമ്പോൾ പേരാമ്പ്രയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പറഞ്ഞു സമ്മതിക്കില്ല. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സംഘടനയാണത്. ഭഗവാൻ കാലുമാറുന്നു കളിക്കാൻ സമ്മതിക്കില്ല ഞങ്ങൾ. 3 കളിയാണത് ഏർപ്പാടാക്കിയത്. അതിലൊരു പാട്ടാണ് വലിയ വിവാദമായത്. പൂത്താലം നേദിച്ചു പൂജക്കായി വന്നവർ ഞങ്ങൾ, ദൈവത്തിനല്ല ദൈവത്തെ തീർത്ത കൽപ്പടിക്കാരൻ്റെ മുൻപിൽ. അത് വലിയ വിവാദമായൊരു പാട്ടാണ്. മാത്രമല്ല നാടകം തുടങ്ങുമ്പോൾ ഒരു ചാക്കിനുള്ളിൽ അയ്യപ്പനെ ഇങ്ങനെ കെട്ടിയിരിക്കുന്ന പ്രേമേട്ടനാണ് ആ നാടകത്തെ ഉന്നയിച്ച്. KPSCയിലെ പ്രേമേട്ടൻ, നമ്മുടെ പ്രേംജിയുടെ പ്രിയപ്പെട്ട മകൻ. ആ നാടകം കളിക്കില്ല എന്ന് പറഞ്ഞപ്പം കളിക്കും എന്ന് പറഞ്ഞിട്ട് പേരാമ്പ്രയിൽ ഹൈസ്കൂളിന് ചുറ്റും വളണ്ടിയർമാർ കാവലെന്ന് നാടകം കളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എത്ര പേർ നിങ്ങൾ കളിച്ചോളൂ ഞങ്ങളുണ്ട് എന്ന് പറയും എന്ന ഒരു വലിയ ചോദ്യമുണ്ട്. കാരണം ഭരണകൂടങ്ങൾക്കെതിരെ നമ്മൾ നാടകം കളിക്കുമ്പോൾ ഞങ്ങളുണ്ട് കളിച്ചോളൂ എന്ന് പറയാൻ എത്ര പേരുണ്ട് എന്നത് വലിയൊരു ചോദ്യമാണ്. കാവൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ കളിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ രാജ്യത്തിൽ ഏതൊരു നെറികേടിനോടും നാടകം കൊണ്ട് കലഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഉണ്ടാകുമോ നിങ്ങൾ ഞങ്ങളെ കൂടെ? ഇതൊരു വലിയ ചോദ്യം ഈ രാജ്യത്ത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള ഒരു യാത്ര കൂടി ആവണം ഈ വേദിയിൽ നമ്മൾ നടത്തുക ഈ പരിപാടി എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം എൻ്റെ പ്രിയപ്പെട്ട നാടക ഗുരുനാഥന്മാരോട് അഭ്യർത്ഥിക്കുക. കാരണം വലിയ അപകടമാണ്. ഒരു രാജ്യം ഇങ്ങനെ വല്ലാതെ വേറിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നെറുകേടുകളിങ്ങനെ പൂത്തുലയുകയാണ്. അതിൻ്റെ ദുർഗന്ധം ഇങ്ങനെ വമിക്കുകയാണ്. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിൻ്റെ ചാലകശക്തി കൂടിയാവണം കല എന്ന് പറയും. അത് പാട്ടായാലും എന്തായാലും നമ്മുടെ ഇന്നലെയുള്ള പാട്ടുകൾ എന്നൊക്കെ പറയുന്നതാണ്. നാടകത്തിലെ പാട്ടായാലും അല്ലേ, ഇപ്പോൾ ഇവിടെ പാടിപ്പോയ പാട്ട് ഒരു പഴയ നല്ല മനോഹരമായ ഗാനമാണ് അല്ലേ. അപ്പോൾ പാട്ടായാലും കഥയായാലും അഭിനയമായാലും അനാർക്കലി എന്ന് പറയപ്പെടുന്ന സിനിമയിൽ അഭിനയിച്ച ചേച്ചിയെക്കുറിച്ചൊക്കെ നമ്മുടെ ഡോക്ടർ ശ്രീകുമാർ എഴുതിയ ഒരു ബുക്കുണ്ട്. ചേച്ചിക്ക് കിട്ടിക്കോന്ന് ഞാൻ അറിയില്ല, അരങ്ങുന്ന അതിൻ്റെ പേര്. ചേച്ചിക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ശ്രീകുമാർ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നൊരു വലിയ പുസ്തകം അത് അരങ്ങ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അനാർക്കലി നാടകം കളിക്കുന്ന ചേച്ചി വയ്യാണ്ടായി കിടക്കുമ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ല. അവർക്കുള്ള അദ്ദേഹത്തിൻ്റെ ഭർത്താവോട് പറഞ്ഞു, ഞാൻ അനാർക്കലിയായിട്ട് അഭിനയിക്കുമ്പോൾ കൊടുത്തൊരു സാരിയുണ്ട്, അതെൻ്റെ കൺമുമ്പിലൊന്ന് കെട്ടിത്തരണം, അത് കണ്ടിട്ട് വേണം എനിക്ക് ചാവാൻ എന്ന് പറഞ്ഞ കലാകാരികളുടെ നാടായി കേരളം.
പക്ഷേ ആ കേരളത്തിൽ കലാകാരന്മാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ സമരമുഖ പന്തലിലാണ് നമ്മൾ എഴുതിയിരുന്നത്. അത് വെറുതെ അല്ല, കാരണം എന്നെയൊക്കെ വളർത്തിയെടുത്തത് ഈ പാർട്ടിയാണ്, ഈ പ്രസ്ഥാനമാണ്. പ്രസ്ഥാനത്തിൻ്റെ ഉപ്പും ചോറുമാണ് ചെറ്റയിൽ അമ്മദ് എന്ന മുഹമ്മദ് പേരാമ്പ്ര എന്ന ഈ അമ്മദിൻ്റെ ജീവവായു എന്ന് പറയപ്പെടുന്നത്. എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ പ്രസ്ഥാനത്തിൽ നിന്നാണ്, നാടകത്തിൽ നിന്നാണ്. നാടകത്തിലേക്ക് വരാൻ പോലും കാരണം എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രിയപ്പെട്ട ഇബ്രാഹിം അങ്ങനെയാണ്. ഇപ്പം വയ്യാണ്ട് കിടക്കാൻ തോന്നുന്നുണ്ട് പുള്ളിക്കാരൻ. കാരണം ഒരു നാടകം ഈ MD നിർമാല്യം എഴുതിയ പോലെ തന്നെ ഒരു നാടകമാക്കി ഇപ്പൊക്കെ കണ്ടിട്ടുണ്ടാകും, അഡ്വക്കേറ്റ് സാറൊക്കെ സഖാബൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ നാടകം തട്ടകം എന്ന് പറയപ്പെടുന്ന നാടകം വല്ലാത്തൊരു നാടകമായിരുന്നു. MD ആണ് ആ നാടകത്തിൻ്റെ പേര് തട്ടകം എന്നാക്കിയത്. ആദ്യം അതിൻ്റെ പേര് വേറൊരു പേരായിരുന്നു. അത് എന്നിട്ട് MD പറഞ്ഞതാണ് ഇബ്രാഹിം ആ നാടകത്തിൻ്റെ പേരിനോട് ഡെപ്തില്ല, കാരണം ഒരു ഡെപ്ത് വേണം, അതുകൊണ്ട് ഡെപ്തില്ല, അതുകൊണ്ട് ആ പേര് വേണ്ട എന്നാണ്. കാരണം കാവിലെ ഭഗവതി ദേവിയെ അവിടുത്തെ ധനാഢ്യനായ ഒരു മുതലാളി മാനഭംഗം ചെയ്യുന്നതാ നാടകം. അവസാനം ദേവി പറയുന്നതാ, എൻ്റെ കരുത്ത് ചോർന്നു പോയിരിക്കുന്നു, ഞാൻ എൻ്റെ തൃശ്ശൂലം നിൻ്റെ കയ്യിലേൽപ്പിക്കുകയാണ്, നീ വേണം ഇവരോട് പ്രതികാരം ചെയ്യാൻ. ആ നാടകം കഴിച്ചു തീരുന്ന സമയം വരെ ഞങ്ങൾക്കൊക്കെ ഭയമായിരുന്നു. കാരണം ഞാൻ ലായത്താൻ എന്ന് പറയപ്പെടും, ഞാനും പ്രിയപ്പെട്ട വാസുദേട്ടൻ നീലേശ്വരം ശ്രീധരേട്ടനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു ഈ വേദിയിൽ, നാരായണേട്ടനുണ്ടാകുമായിരുന്നെങ്കിൽ അദ്ദേഹം ഉണ്ടായിരിക്കും ഈ വേദിയിൽ. പക്ഷെ അവരൊക്കെ ഞങ്ങൾക്ക് മുമ്പേ കാലത്തിൻ്റെ യവനികക്കുള്ളിലേക്ക് മാഞ്ഞുപോയി. ഏതായാലും ഈ ഒരു സംരംഭം, ഈ ഒരു പാർട്ടിയുടെ മുന്നോട്ടുള്ള ഒരു സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടി എന്ന നിലക്ക് ഇവിടെ വെച്ച് ചെയ്യുന്ന ഈ ഒരു ചടങ്ങ് എന്ന് പറയപ്പെടുന്നത് ഏറ്റവും പ്രൗഢമായ ഒന്നായി തോന്നുകയാണ്. അല്പം വൈകാരികമായി, അല്പം ദുഃഖകരമായി മനസ്സിൽ വല്ലാതെ വേട്ടയാടുകയാണ്. നാടകം എന്ന് പറയപ്പെടുന്ന കല അത് വർത്തമാനകാലത്തിൽ അതിന് വിളക്ക് മങ്ങിപ്പോകുന്നുണ്ടോ, അതിൻ്റെ ഒളി മങ്ങിപ്പോകുന്നുണ്ടോ എന്ന് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലമാണ്. ഈ ഏരിയയിലൊക്കെ അമേച്ചൂർ നാടകങ്ങളുള്ളൂ. ഈ പ്രദേശത്ത് ഒരുപാട് കലാകാരന്മാർ ഒരുപാട് നാടകങ്ങൾ കളിക്കും. പക്ഷെ എൻ്റെ നാട്ടിലൊന്നും ഇപ്പോൾ അമേച്ചൂർ നാടകങ്ങളൊന്നുമില്ല. അമേച്ചൂർ നാടകങ്ങളൊക്കെയാണ് ഈ നാടിൻ്റെ. കാരണം ഇന്നിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ സമൂഹത്തെ, യുവ സമൂഹമൊന്നും മോശപ്പെട്ട സമൂഹമൊന്നുമല്ല. കാരണം നമ്മുടെ ഓരോരോ പ്രളയമുണ്ടായപ്പോഴും വയനാട്ടിലെ ദുരിതം ഉണ്ടായപ്പോഴും ചൂരൽമലയെ സംബന്ധം ഒക്കെ ഈ നാട്ടിലെ യുവത്വം അല്ലേ, കോടിയിരിക്കുന്നവൻ്റെ കണ്ണീര് നനയാതിരിക്കാൻ ഒട്ടിയ വയറിന് അന്നം കൊടുക്കുന്ന യുവത്വമുണ്ട് ഈ കേരളത്തിൽ. പക്ഷേ എന്നിട്ടും എവിടെയൊക്കെയോ അപകടമുണ്ടാകുന്നു. അധ്യാപകൻ ചോദ്യം ചെയ്തൊരു ഫോണ് വാങ്ങി വെച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് പുറത്തിറങ്ങും നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. 71 വയസ്സായ ഉമ്മയെ കൊന്നിട്ട് മകൻ പറഞ്ഞത് നിങ്ങൾ കൊന്നതാണ് എൻ്റെ ജീവിത പുണ്യമ്മ. എന്തുകൊണ്ടാണ് അങ്ങനെ എന്നതാണ്. നമ്മുടെ നാടകത്തിൽ പണ്ട് അമേച്ചൂർ നാടകമെല്ലാം കളിക്കുമ്പോൾ കൊളുത്തൊഴിഞ്ഞ പാടകങ്ങളിൽ സ്റ്റേജ് കെട്ടി കളിക്കുമ്പോൾ അതിൻ്റെ റിഹേഴ്സൽ കാണാനും അതിൻ്റെ കൂടെ നിൽക്കാനും മറ്റൊന്നിനും നേരമുണ്ടായിട്ടില്ല നമ്മുടെ തലമുറയ്ക്ക്. ഇന്ന് അങ്ങനെയൊരു തലമുറ ഇല്ലാതെ പോവുകയാണ്. അതൊരു പുതിയ വർത്തമാനകാലത്തിൻ്റെ ദുരന്തമാണ്. അതുകൊണ്ട് കല വളരെ വേഗം ശക്തിയോടുകൂടി തിരിച്ചു വരേണ്ട ഒരു കാലമാണിത്. അതിന് പഴയ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് അതിനിറങ്ങി പുറപ്പെടുന്നവർക്ക് കൂടി ചേർന്നൊന്ന് നയിക്കം കൊടുക്കുക എന്നതാണ്. അങ്ങനെ ആ വരുമ്പോഴേ നമ്മുടെ നാട് മാറ്റിയെടുക്കാൻ കഴിയും. നമ്മളെ മാറുമറപ്പിച്ചതും നമ്മളെ വഴി നടത്തിച്ചതും നമ്മളെ ഞാനെന്ന് പറഞ്ഞതും അടിമയല്ലെന്നും ഉടമയാണെന്നും നമ്മളെ പഠിപ്പിച്ചതിലെല്ലാം പോരാട്ടങ്ങൾക്ക് പങ്കുണ്ട്, കഴുകുമരങ്ങൾക്ക് പങ്കുണ്ട്, ആ കഴുകുമരത്തിലേറിയവർക്ക് പങ്കുണ്ട്. വെടിയൊച്ചകൾ കേൾക്കുമ്പോൾ ഇടറിപ്പോകാതെ നെഞ്ചൂക്കോടുകൂടി അതിൽ നേരിട്ടിട്ട് ഈ നാടിൻ്റെ പുലരിക്ക് വേണ്ടി അന്ത്യം വരെ പൊരുതിയവൻ്റെ കണ്ണിലെ കിനാവുണ്ട്. ആ കിനാവ് പൂക്കുന്ന ഒരു കാലത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നാടകവും പാട്ടും കലയുമെല്ലാം സഖാവ് പറഞ്ഞതുപോലെ 64 കലകൾ, ആ കലകളുടെ ദൗത്യം നിർവഹിക്കാൻ തയ്യാറാവണം. ഇല്ലെങ്കിൽ വളരെ അപകടകരമാകും എന്ന് ഒരു എളിയ നാടക പ്രവർത്തകനായ എനിക്ക് തോന്നുന്നു. ആ അഭിപ്രായമൊക്കെ നിങ്ങളോട് പങ്കുവെക്കുക. ഞാൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും വലിയൊരു പ്രസംഗത്തിന് പ്രിയപ്പെട്ട സഖാബ് CH വന്നിട്ടുണ്ട്. ഇവിടെ ആദരവുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പ്രിയപ്പെട്ട EP-യുടെ ഒരു മുഖ്യ പ്രഭാഷണയുടെ പ്രൗഢമായ അത് നമുക്കൊക്കെ കേൾക്കണം, എനിക്കും കേൾക്കണം, ഞാനും ഉണ്ടാവും നിങ്ങളെ കൂടി അത് കേൾക്കാൻ. കാരണം അതൊരു വെറും വർത്തമാനമല്ല മുഹമ്മദിനെ പോലെ. മുഹമ്മദിന് നാടകത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം
വെടിക്കുത്തി രാശിപ്പോയ ഒരു ഗ്രാമത്തിൽ ജീവിച്ച ഒരാൾ എന്ന നിലയ്ക്ക് നാടകം എന്ന് പറയപ്പെടുന്ന കലകളിലൂടെ ഇന്നലെയിൽ നിന്ന് ഇന്നിനെ മോചിപ്പിച്ചെടുത്ത ഒരു തലമുറയുടെ ഓർമ്മകളാണ്. ഇപ്പം കെട്ടി നാടകത്തിൽ പാട്ട് എഴുതിയ പോലെ അത് നാടകത്തിൻ്റെ പേര് പോലൊരു സമരമാണ്. ഇത് ഭൂമിയാണ്, വെറുതെ തമാശക്കല്ല, ഇത് ഭൂമിയാണ്. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും എല്ലാം നെറികേടുകളോട് കലഹിക്കുന്ന ഈ ഭൂമിയിൽ ഇത് ഭൂമി. അതുകൊണ്ട് കയ്യിൽ പിടിക്കുന്ന കൈകൾ ഉയരും. അതെന്താ മറുപടി? വിവരമില്ല കേട്ടിക്ക്. കയ്യിൽ പിടിക്കുന്ന കൈകൾ എങ്ങനെയാ? ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണികളെ പ്രസവിക്കുക. അതിനപ്പുറം പെണ്ണിനെന്ത് ധാർമ്മികതയാണ് എന്ന് ചോദിച്ചാൽ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഇതാ ചെയർപേഴ്സൺ ഇരിക്കുന്നു. ഉണ്ണാനും ഉണ്ണികളെ പ്രസവിക്കാനും മാത്രമല്ല, കാലത്തിൻ്റെ നിയതികളെ, കാലത്തിൻ്റെ ചരിത്രങ്ങളെ കയ്യിൽ പിടിച്ച കയ്യിലിൻ്റെ വടിയിൽ കൊടികെട്ടിയവർ മാറ്റത്തിൻ്റെ വലിയ തോറ്റം പാട്ട് പാടിയതിൽ നാടകത്തിൻ്റെ വല്ലാത്ത ഒരു ചരിത്രബോധമുണ്ട്. ആ ചരിത്രബോധത്തിൻ്റെ പടനിലങ്ങളിൽ ചവിട്ടി അരങ്ങിനെയും കാലത്തെയും കൊണ്ട് ചുളിപ്പിച്ച് നെറികേടിനോട് കലഹിച്ച് കണ്ണിലെ കത്തുന്ന അഗ്നികളെ നെറികേടിൻ്റെ ഗോപുര നടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് ഒരു ജനതയെ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടുടയാടെ ഉടുപ്പിച്ച ഈ പ്രിയപ്പെട്ട നാടിൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും അഭിവാദനങ്ങൾ. എന്നെയും അരങ്ങിൽ ഒന്നിക്കാനും അരങ്ങിൽ ജീവിക്കാനും എവിടെ കൊടിപ്പടം താഴ്ത്താൻ അധികാരികൾ ഗർവിൻ്റെ സ്വരമുയർത്തുന്നുവോ മനസ്സില്ല എന്ന് പറയാൻ, നാടകം കൊണ്ട് പടകെട്ടാൻ, പടപൊരുതാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് കേട്ട എല്ലാവർക്കും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ശരിയുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളൂ. ലാൽ സലാം സഖാക്കളെ. ചുവന്ന കാസർഗോഡിൻ്റെ ഈ സമ്മേളനം ചരിത്രത്തിൻ്റെ ഭാഗമാകട്ടെ. കാരണം ഒരുപാട് പണിയുണ്ട് നമുക്ക്. ശത്രുക്കൾ വല്ലാതെ പെരുകി വരികയാണ് നമുക്ക് ചുറ്റും. അതുകൊണ്ട് വെളിച്ചം കടാതെ കാത്തു സൂക്ഷിക്കുക. കണ്ണിലെ കൃഷ്ണമണി പോലെ കയ്യൂരിൻ്റെ ഇടയാർന്ന മണ്ണിൽ ഉയർന്ന ഈ കൊടിയും ചരിത്രവും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലാൽ സലാം.